ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നേട്ടമായി ഇന്ത്യ. ഞായറാഴ്ച രാവിലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം, അതായത് പുതിയ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തു. ഇനി ഈ പാലം വഴി ചെന്നൈയിലെ താമ്പരത്തു നിന്നും രാമേശ്വരത്തേക്ക് എല്ലാ ദിവസവും ട്രെയിൻ ഓടും. ഇതോടെ രാമേശ്വരം തീർത്ഥയാത്രയിലെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരമായി. 1914 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പഴയ പാമ്പൻ പാലത്തിന് പകരമായാണ് ഈ പാലം നിർമ്മിച്ചത്. 550 കോടി ചിലവിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ച ഈ പാലത്തിന് 2 കിലോമീറ്ററിലധികം നീളമുണ്ട്. ഇനി ഈ പാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ആവശ്യാനുസരണം ഇത് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാം. പരമാവധി 17 മീറ്റർ ഉയർത്താം. ഇങ്ങനെ ഉയർത്തുക വഴി വലിയ കപ്പലുകൾക്ക് തടസ്സമില്ലാതെ പാലത്തിനടിയിലൂടെ യാത്രയും നടത്താം. 100 വർഷത്തെ ആയുസ് പറയുന്ന ഈ പാലത്തിലൂടെ മണിക്കൂറിൽ 80 കിലോമീറ്റർ സ്പീഡിൽ രാമേശ്വരത്തേക്ക് ട്രെയിൻ സർവീസ് ഉണ്ടാകും. ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ റെയിൽ വികാസ് നിഗം ലിമിറ്റഡാണ് 99 തൂണുകളിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഇന്ത്യയുടെ ഈ അഭിമാന പാലം നിർമ്മിച്ചത്. 1914 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പഴയ പാലത്തിൻ്റെ ബലക്ഷയത്തെ തുടർന്ന് 2022 പഴയ പാലത്തിലൂടെയുള്ള ട്രെയിൻ സർവീസ് നിർത്തിയിരുന്നു. ഈ തീരുമാനം രാമേശ്വരത്തേക്കുള്ള യാത്ര കൂടുതൽ ബുദ്ധിമുട്ടേറിയതുമാക്കിയിരുന്നു. ഞായറാഴ്ച കാലത്ത് പ്രധാനമന്ത്രി മോദി താമ്പരം രാമേശ്വരം ട്രെയിൻ സർവീസും പാലത്തിനടിയിലൂടെയുള്ള കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലും ഫ്ലാഗ് ഓഫ് ചെയ്തതോടെ പുതിയ പാമ്പൻ പാലം ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാകുകയായിരുന്നു. ഇതേ തുടർന്ന് തൻ്റെ സന്തോഷം പ്രധാനമന്ത്രി എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും തമിഴ്നാട് ഗവർണർ RN രവിയും പങ്കെടുത്തിരുന്നു. എന്നാൽ ഈ ചരിത്ര നേട്ടത്തിൻ്റെ ഭാഗമാകാൻ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ എത്താത്തത് വലിയ വാർത്തകൾക്ക് കാരണമായി. നേരത്തെ വരും തിരഞ്ഞെടുപ്പുകളിൽ തമിഴ്നാട്ടിലെ മണ്ഡലങ്ങൾ ജനസംഖ്യാടിസ്ഥാനത്തിൽ പുതുക്കി നിശ്ചയിക്കുകയും സീറ്റുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്നും, കൂടാതെ കച്ചത്തീവ് വിഷയത്തിലും തമിഴ്നാടും കേന്ദ്രവും തമ്മിലടഞ്ഞിരുന്നു. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാക് കടലിടുക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ജനവാസമില്ലാത്ത ദ്വീപാണ് കച്ചത്തീവ്. 1974 അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഈ ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തത്. ഈ അടുത്തിടെ കച്ചത്തീവ് ശ്രീലങ്കയിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ നയതന്ത്ര നടപടികൾ സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഒരു പ്രമേയം തമിഴ്നാട് നിയമസഭ പാസാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് കേന്ദ്ര സർക്കാരിനോട് തർക്കം ഉടലെടുത്തത്. ഇതിനു പുറമെയാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം മാറ്റി അവതരിപ്പിച്ചതും ഹിന്ദി ഭാഷയോടുള്ള എതിർപ്പ് പരസ്യമായി പൊതുവേദിയിൽ പറഞ്ഞതും. എന്തൊക്കെയായാലും ചരിത്രത്തിൻ്റെ ഭാഗമാകാനുള്ള അവസരമാണ് സ്റ്റാലിൻ തുലച്ചത്.